വർഷങ്ങളായി ബി.ജെ.പിക്ക് വലിയ രീതിയിൽ സംഘടനാ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങൾ നാം പരിഗണിക്കുകയാണെങ്കിൽ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് ഈ തിരുവനന്തപുരത്ത്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവിടെയുള്ള 4 മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞു. ആ പശ്ചാത്തലത്തിലാണ് കോർപ്പറേഷനിൽ ഭരണം ലഭിക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെയെല്ലാം എങ്ങനെയായിരിക്കും ബി.ജെ.പിയുടെ സ്വാധീനം? ബി.ജെ.പിക്ക് നല്ല സ്വാധീനമാണ്. കാരണം നിയമം തന്നെ 22 കൗൺസിൽ പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നല്ല ശതമാനം വോട്ട് രാജീവ് ചന്ദ്രശേഖർ ഒന്നാമതായിട്ട് അവിടെ വന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സെൻട്രൽ കമ്മിറ്റി അനുവാദം കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂർ രാമനിലയത്തിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, നിയമത്തെ കാൻഡിഡേറ്റ് ഞാൻ തന്നെ ആയിരിക്കുമെന്ന്. അതുകൊണ്ട് നിയമം സുരക്ഷിതത്വമായ കേരളത്തിലെ ഒരു മണ്ഡലമാണ്. NDAയ്ക്കും ഭാരതീയ ജനതാ പാർട്ടിക്കും വിജയിച്ചിരിക്കും. അതിൻ്റേതായ പ്രവർത്തനം അവിടെ കൗൺസിലർമാരും തുടങ്ങിക്കഴിഞ്ഞു, പാർട്ടിയും തുടങ്ങിക്കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖർജി വീടുകളിൽ യാത്ര ചെയ്തു തുടങ്ങി. പ്രചരണം നരേന്ദ്രമോദിജി പുത്തരിക്കണ്ടത്ത് വന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് യാത്രകൾ നേമത്ത് തുടങ്ങി, കമ്മിറ്റികളും വിളിച്ചു തുടങ്ങി. പിന്നെ തൊട്ടടുത്ത് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിർണായക സ്വാധീനമാണ്. നമ്മുടെ ക്രിക്കറ്റ് താരം ശ്രീശാന്തിൽ നിന്ന് മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ നല്ല വോട്ട് പാറ്റൻറ്റ്, പഴയ ഈസ്റ്റ് മണ്ഡലം എന്ന് പറയുന്ന കൂടി ചേർന്ന് വരുന്ന ഭാഗം. എന്നും തിരുവനന്തപുരത്ത് BK ശേഖറൊക്കെ മത്സരിക്കുന്ന സമയത്ത് പഴയ പാർട്ടിയുടെ സീനിയർ മോസ്റ്റ് നേതാവ് രാമപിള്ള സാറ് പോലും 20 വർഷത്തിന് മുമ്പേ മത്സരിക്കുമ്പോൾ 16,000 വോട്ടൊക്കെ കിട്ടിയിരുന്ന ഈസ്റ്റ് വരുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്ന മണ്ഡലം. വെസ്റ്റിൻ്റെ കുറേ ഭാഗവും, ഇപ്പോൾ കഴക്കൂട്ടത്ത് പോയ കുറേ ഭാഗവും, നമ്മുടെ കഴക്കൂട്ടത്തിൻ്റെ വട്ടിയൂർക്കാവിൻ്റെ കുറച്ച് ഭാഗവും, നേമത്തിൻ്റെ കുറച്ച് ഭാഗവും ഇപ്പോൾ പുതിയ മണ്ഡലം ചേർന്ന് വരുന്നതാണ് തിരുവനന്തപുരം. അവിടെയും നല്ല കൗൺസിലർമാർ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. 2ാം സ്ഥാനത്ത് ബഹുഭൂരിപക്ഷം വന്നിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ ജില്ലാ പ്രസിഡന്റ് കരമന ജയനെന്നാണ് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ, കോസ്റ്റൽ മേഖല മാറ്റിവെച്ചാൽ ബി.ജെ.പിക്ക് ജയിക്കുവാൻ കഴിയുന്ന ഒരു വോട്ട് പാറ്റൻറ്റുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം. പിന്നെ അടുത്ത സിറ്റിയോട് കിടക്കുന്നതാണ് കോവളം നിയോജക മണ്ഡലം. സെൻട്രലിൽ കരമന ജയൻ്റെ പേരാണ് പരിഗണനയിലുള്ളത്. 3 ലിസ്റ്റ് കേന്ദ്ര നേതൃത്വത്തിന് അയക്കും. അതിലാരാണോ ജനസ്വാധീനമെന്നുള്ള പരിഗണന സ്ഥാനാർത്ഥിയാകും. ഇപ്പോഴത്തെ പൊതുപ്രവർത്തന രംഗത്തും തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കേന്ദ്ര പ്രതിനിധി എന്നുള്ള നിലയിലും ജനകീയമായിട്ട് നിൽക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിനാണ് ചാൻസ് എന്നാണ് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി പാർട്ടി സംസ്ഥാന ഘടകവും സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റിയും കേന്ദ്രമാണ് തീരുമാനിക്കേണ്ടത്. അതുപോലെ കോവളത്ത് കഴിഞ്ഞ പ്രാവശ്യം BDJS ഘടകകക്ഷിക്കാണ് കൊടുത്തിരുന്നത്. പക്ഷേ എന്നിരുന്നാലും 40,000-ന് മുകളിൽ രാജീവ് ചന്ദ്രശേഖർജി കോവളത്ത് വോട്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കൗൺസിലിൽ കോവളത്ത് നിന്നും പ്രതിനിധികൾ, കോവളം മണ്ഡലം വരുന്ന സ്ഥലങ്ങളിൽ കൗൺസിലുമുണ്ട്, പഞ്ചായത്തിലും ഉണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിലും മെമ്പറുമുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ബാലരാമപുരം എല്ലാം ബി.ജെ.പിക്ക് ശക്തമായ പഞ്ചായത്താണ്. കല്ലിയൂർ പഞ്ചായത്ത് ബി.ജെ.പിക്ക് സ്വാധീനമുള്ള പഞ്ചായത്താണ്. വെങ്ങാനൂർ പഞ്ചായത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് സ്വാധീനമുള്ള പഞ്ചായത്തുകളാണ്. അവിടെ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ഒരു സുനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരാണ് കേൾക്കുവാൻ കഴിയുന്നത്. അവിടെയും 3 ലിസ്റ്റ് കേന്ദ്രത്തിൽ പോയി നല്ല ഒരു പ്രവർത്തനം അവിടെ കാഴ്ചവയ്ക്കുവാൻ കഴിയും. നേരെ തൊട്ടടുത്ത് വരികയാണെങ്കിൽ നെയ്യാറ്റിൻകര വോട്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 36,000, 38-ന് താഴെ വന്നിട്ട് ഏറ്റവും കുറവ് വന്നിട്ടുള്ള നെയ്യാറ്റിൻകരയാണ്. എന്നിരുന്നാലും പാർട്ടിയുടെയും സംഘപരിവാർ പ്രവർത്തനത്തിന് അടിത്തറയുള്ള ഒരു സ്ഥലമാണ് നെയ്യാറ്റിൻകര അസംബ്ലി മണ്ഡലം. അവിടെ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ട് ഈ കോവളം പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ 40,000 വോട്ട് നേടിയൊരു മണ്ഡലമാണ്. അപ്പോൾ ഒരു മികച്ച സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ അവിടെ വിജയിക്കാൻ കഴിയും. തീർച്ചയായിട്ടും ഈ പറയുന്ന സ്ഥാനാർത്ഥി മികച്ച സ്ഥാനാർത്ഥി എന്നാണ് അറിയാൻ കഴിയുള്ളത്. പൊതുപ്രവർത്തന രംഗത്ത് ലോക്കലിൽ അറിയപ്പെടുന്ന നല്ലൊരു പൊതുപ്രവർത്തകനാണ് സുനീഷ്. അതെ, അദ്ദേഹത്തിന് ഒരു നല്ലൊരു ജനകീയ പിന്തുണയുള്ളൊരു കാൻഡിഡേറ്റ് യുവാവാണ്. കഴിഞ്ഞ കാലഘട്ടത്തിൽ BDJS മത്സരിക്കുമ്പോൾ 35,000-ലധികം വോട്ട്, 36,000-ൽ പരം വോട്ട് അന്ന് സുരേഷ് എന്ന് പറയുന്ന കാൻഡിഡേറ്റ് SNDPയുടെ താലൂക്ക് യൂണിയൻ പ്രസിഡൻ്റായിരുന്ന അദ്ദേഹം കരസ്ഥമാക്കി. അതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർജി 41,000 സംതിങ് വോട്ട് പാർലമെൻറ്റിൽ കിട്ടി. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തുകൾക്ക്
തുച്ഛമായ വോട്ടുകൾക്കാണ് നമുക്ക് വെങ്ങാനൂർ പഞ്ചായത്ത് നഷ്ടമായിട്ടുള്ളത്. അതുകൊണ്ട് നല്ല അവിടെ ഒരു യുവ യങ് നേതൃത്വത്തിലുള്ള ഒരാൾ ഇപ്പോഴവിടെ ജനതാദളിനകത്ത് തമ്മിലടിയാണ്. കോൺഗ്രസിനകത്ത് തന്നെ വിൻസെൻ്റ് വേണോ വേണ്ടയോന്ന് ഒരഭിപ്രായമുണ്ട്. അപ്പോൾ അവിടുത്തെ വിഴിഞ്ഞം പോലുള്ള പ്രോജക്റ്റുകൾ വന്നിട്ടുള്ളത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇതിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും കൂടുതൽ ഒരു MLA ഭാരതീയ ജനതാ പാർട്ടിക്ക് വരികയാണ് എങ്കിൽ വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെയും തുറമുഖത്തിൻ്റെയും അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത് സ്ഥിരം എക്സ്പോർട്ട് നടന്നുകൊണ്ടിരുന്ന ഗവൺമെൻറ് തുറമുഖം ഇപ്പുറത്തെ പള്ളിയുടെ അടുത്തുള്ളത് വാദപ്രതിവാദങ്ങളായിട്ട് നിൽക്കുന്നു. അപ്പോൾ അവിടെ ഒരു വികസന കാഴ്ചപ്പാട് കേന്ദ്ര ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു ജനപ്രതിനിധി ജയിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള യുവാക്കൾ വരികയാണ് എങ്കിൽ കോവളത്ത് ജയിച്ചാൽ കുറച്ചുകൂടി വികസനം വിഴിഞ്ഞം മേഖലകളിലും തലസ്ഥാനത്തിലും. ഈ 2015 മുതൽ തന്നെ അവിടുത്തെ മെമ്പറാണ്, പിന്നീട് ബ്ലോക്ക് മെമ്പറാണ് ഈ സുനീഷ്. അപ്പോൾ അങ്ങനെ ഒരു യുവാവ് വരുമ്പോൾ അവിടെ വിജയസാധ്യത ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. 100% ചേട്ടാ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഈ രണ്ട് പാർട്ടികൾക്കിടയിൽ തർക്കം നിൽക്കുന്നതാണ് ഈ സുനീഷ്. പാർട്ടികൾക്കിടയിലുണ്ട്. ഇപ്പോൾ ഉദാഹരണം പഴയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന റോസഫ് ഡാനിയലിൻ്റെ മകൻ ഭഗത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. പുള്ളിക്ക് സീറ്റ് കൊടുക്കണമെന്ന് പറയുന്നു. പിന്നെ നീലൻ സാറിന് തന്നെ, എൻ്റെ ഹിന്ദി അധ്യാപകനാണ് നീലൻ സാറിന് വേണമെന്ന് പറഞ്ഞു. പിന്നെ വാർദ്ധക്യം ആയതുകൊണ്ട് വേണ്ടെന്ന് വയ്ക്കുന്നു. എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ ഘടകകക്ഷി ജനതാദളിൻ്റെ സീറ്റാണ്. അപ്പോൾ അതിലൊരു അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ടും കേന്ദ്രം BJPയുടെ കീഴിൽ ഇരിക്കുന്നത് കൊണ്ടും BJPയുടെ ഒരു പ്രതിനിധി ജയിക്കുകയാണെങ്കിൽ ഗുണമാണെന്ന് കോവളം ജനത തീരുമാനിച്ചാൽ അത് നമുക്ക് സംശയിക്കാതിരിക്കാൻ നിർവാഹമില്ല. നല്ലൊരു MLA എന്നുള്ള നിലയിൽ, ബ്ലോക്ക് മെമ്പർ എന്നുള്ള നിലയിൽ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് നറുക്ക് വീണുകയാണെങ്കിൽ ജയിച്ചുകൂടുന്നില്ല. നല്ല പദ്ധതികൾക്ക് വേണ്ടി അദ്ദേഹത്തിന് വാദിക്കുവാൻ പറ്റും. കാരണം കല്ലൂർ പഞ്ചായത്ത് ഭരിച്ചിരുന്നത് BJPയാണ്. നല്ല ഭരണങ്ങൾ കാഴ്ചവെച്ചു. ചില ആഭ്യന്തര പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അവിടെ ഇപ്പോൾ ഭരണം കിട്ടാതെ വന്നിട്ടുള്ളത്. നേരെ നെയ്യാറ്റിൻകര പോകുകയാണെങ്കിൽ അവിടെയും നല്ല കാൻഡിഡേറ്റാണ് ഉദയസമുദ്ര രാജശേഖർജി. അദ്ദേഹം ബിസിനസ് ആണ് എങ്കിൽ തന്നെയും ജനകീയനായിട്ട് ഇന്നും ചെങ്കൽ പബ്ലിക് സ്കൂളിൻ്റെ സ്ഥാപകനായിട്ടും ക്ഷേത്രമായിട്ടും അവിടുത്തെ ഗ്രാമ മേഖലയിലുള്ള ഒരു ദേശീയ നേതാവ്, നാഷണൽ കമ്മിറ്റി മെമ്പറാണ് ഉദയസമുദ്ര രാജശേഖരൻ. പിന്നെ വേറെയും പേരുകളുണ്ട്. അത് കഴിഞ്ഞ് പാറശാല പോവുകയാണെങ്കിൽ അവിടെയും 42,000-ൽ പരം വോട്ട് പാർലമെൻറ്റിൽ ഇത്രയും പിന്നോക്ക മേഖലയിലുള്ള ഒരു അസംബ്ലി മണ്ഡലമാണെങ്കിലും രാജീവ് ചന്ദ്രശേഖർ കിട്ടി. പണ്ടൊക്കെ ഈ സ്ഥലങ്ങളെല്ലാം BJP കാൻഡിഡേറ്റ് നിൽക്കുമ്പോൾ കിട്ടുകയില്ലായിരുന്നു. 10,000, 12,000, മാക്സിമം 16,000 വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളെല്ലാം ഇന്ന് 40,000-ന് മുകളിൽ പാർലമെൻറ്റിൽ വന്നിട്ടുള്ളത് കൊണ്ടാണ് തിരുവനന്തപുരം പോലുള്ള ഈ 7 മണ്ഡലങ്ങളിൽ ഒരു 3 എണ്ണമെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി വരുവാൻ കഴിയുമെന്നൊരു നിഗമനം ഭാരതീയ ജനതാ പാർട്ടി മാത്രമല്ല സംഘപരിവാറിലുള്ളവരല്ല, നിഷ്പക്ഷമായ പൊതുപ്രവർത്തകർ, പത്രക്കാർ, ആദ്യം നിങ്ങൾക്ക് MLA ഉണ്ടാകണമെങ്കിൽ നേമത്തായിരിക്കും, തിരുവനന്തപുരത്തായിരിക്കും, കഴക്കൂട്ടത്ത്, അവിടുത്തെ ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ വരണമെങ്കിലും തിരുവനന്തപുരം മണ്ഡലത്തിൽ ആദ്യം MLA കിട്ടിയത് നേമത്തു നിന്നാണ്. അപ്പോൾ നല്ലൊരു രീതിയിലുള്ള വികസന കാഴ്ചപ്പാടുള്ള ഒരു ഗവൺമെൻറ് കേരളത്തിൽ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് എങ്കിൽ തിരുവനന്തപുരം പാർലമെൻറ്റിലുള്ള 7 മണ്ഡലത്തിൽ 3 മണ്ഡലം ഭാരതീയ ജനതാ പാർട്ടിക്ക് നിഷ്പ്രയാസം ജയിക്കുവാൻ കഴിയും. അതോടൊപ്പം തന്നെ നാം പരിശോധിക്കുന്ന കഴക്കൂട്ടവും ഉണ്ടല്ലോ. കഴക്കൂട്ടം ആറ്റിങ്ങൽ പാർലമെൻറ്റിലാണ് വരുന്നത്. കഴക്കൂട്ടത്ത് ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ വരികയാണ് എങ്കിൽ അവിടെ മുരളീധരൻ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 1ാമത് വന്നു, ആറ്റിങ്ങൽ 1ാമത് വന്നു, കാട്ടാക്കട 1ാമത് വന്നു. ഈ 3 സ്ഥലത്തും മുരളീധരനായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. നല്ല മെച്ചപ്പെട്ട കാൻഡിഡേറ്റുകൾ നിർത്തുകയാണെങ്കിൽ കാട്ടാക്കടയും ആറ്റിങ്ങലും വട്ടിയൂർക്കാവും നമുക്ക് ജയിക്കുവാൻ കഴിയും. വട്ടിയൂർക്കാവിൽ തിരുവനന്തപുരം പാർലമെൻറ്റിൽ അറിയാൻ കഴിയുന്നത് ചിലപ്പോൾ ശ്രീലേഖ മേഡത്തിനൊക്കെ സീറ്റ് കൊടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. വട്ടിയൂർക്കാവിൽ ഇപ്പോൾ പല പേരുകളും പരിഗണിക്കുന്നുണ്ടല്ലോ. അല്ല, വട്ടിയൂർക്കാവിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ തന്നെ നേമത്തും വട്ടിയൂർക്കാവിലുമാണ് BJP 2ാം സ്ഥാനത്തുള്ളത്. കേരളത്തിലുടനീളം പരിശോധിക്കുകയാണെങ്കിൽ 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. ചിലപ്പോൾ പറയാവുകയില്ല. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മേയർ കിട്ടി, മേയർ അസംബ്ലിയിൽ വന്നാൽ ഗുണമാണെന്ന് പറഞ്ഞ് പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ VV രാജേഷ് മേയറിനെ ആയിരിക്കും ചിലപ്പോൾ അവിടെ കാൻഡിഡേറ്റ്. അത് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയും കേരളത്തിലുള്ള രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിലുള്ള ടീമും നിശ്ചയിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വട്ടിയൂർക്കാവ് സുഖമായിട്ട് ജയിക്കും. വട്ടിയൂർക്കാവ് ഇപ്പോൾ MLAക്കെതിരെ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ, വീടൊഴിയാത്ത പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞിട്ട് വേറെന്തോ കൗൺസിലർമാരും
കോർപ്പറേഷനും അറിയാതെ ഒരു കെട്ടിട ഉദ്ഘാടനം ചെയ്തു. പാർട്ടിക്കാർ മാത്രം വിളിച്ച് വട്ടിയൂർക്ക ഉദ്ഘാടനം ചെയ്തു. അത് BJPയുടെ ആൾക്കാർ തടയുകയും ചെയ്തു. അപ്പോൾ ഒരു പാർട്ടി രീതി, ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പാർട്ടി പ്രവർത്തകർക്ക് മുൻഗണന എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ട് ചില ജനസ്വാധീന കുറവുകൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഗുണമാകണമെങ്കിൽ VV രാജേഷിനെ പോലുള്ളവർ കാൻഡിഡേറ്റ് ആക്കിക്കൂടുന്നില്ല. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം പാർലമെൻറ്റിനകത്ത് ഏകദേശം 40 MLA, 7-ൽ 4 ചിലപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിക്കൂടും. ഇപ്പോഴത്തെ ഈ മതരാഷ്ട്രീയത്തിന് വേണ്ടി വാദിക്കുമ്പോഴും ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ളവരെ കോൺഗ്രസ് തലോടുന്നത് കൊണ്ടും ശബരിമല പോലുള്ള കൊള്ളകൾ, കാട്ടുകൊള്ളകൾ നടക്കുന്നത് കൊണ്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ പോലുള്ളത് മേയർ കിട്ടിയതുകൊണ്ട് തിരുവനന്തപുരത്തെ 7 പാർലമെൻറ്റ് സീറ്റിൽ 4 ജയിച്ചു കൂടുന്നുമില്ല. ജനം ഏത് രീതിയിൽ നിൽക്കുന്നു എന്നുള്ളത് ജനത്തിനെ അറിയാവുള്ളൂ. തിരുവനന്തപുരത്ത് ഇപ്പം കേരളത്തിലോ മതമോ സമുദായമോ ജാതിയോ അല്ല, കേരളത്തിലൊരു വികസനം വരണം എന്നുള്ളതാണ് സോഷ്യൽ മീഡിയകളിൽ കൂടുതൽ ഉയരുന്ന ശബ്ദങ്ങൾ. തിരുവനന്തപുരത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന പബ്ലിക് ജനത, വെറും വോട്ട് പെർസെൻറ്റേജ് രാഷ്ട്രീയക്കാർ 20% തിരുവനന്തപുരത്തുള്ളൂ. തിരുവനന്തപുരത്ത് അതിനുപരി രാഷ്ട്രീയക്കാർ ഉപരി ഉദ്യോഗസ്ഥരുണ്ട്. AG's ഓഫീസ്, സെക്രട്ടേറിയറ്റ്, വിവിധ ബാങ്ക് ഉദ്യോഗസ്ഥരെല്ലാം വരുത്തരാണ് കൂടുതലും തിരുവനന്തപുരം സിറ്റിക്കകത്ത്. അപ്പോൾ രാഷ്ട്രീയക്കാർ 20%-അപ്പുറം 80% നിഷ്പക്ഷമതികളായ വോട്ടർമാർ, അതിൽ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുള്ള പ്രവർത്തകർ, പത്രക്കാർ, വിവിധ മേഖലകളിലുള്ള ടെക്കുകൾ, പ്രൊഫഷണലായിട്ട് ജോലിയുള്ളവർ. അപ്പം പുതിയ പുതിയ പ്രോജക്റ്റുകൾ ഇവിടെ വരുന്നു. പുതിയ പുതിയ രീതിയിലുള്ള ബ്രഹ്മസ് പോലുള്ളതിൻ്റെ വികസനങ്ങൾ വരുന്നു. രാജീവ് ഗാന്ധി ബയോടെക്നോളജി പോലുള്ള സ്ഥാപനങ്ങളെ ഉയർത്തുന്നു. അപ്പോൾ ഈ രീതിയിലെല്ലാം വെച്ച് നോക്കുമ്പം ജനത നമ്മളെ മേയറെ തിരഞ്ഞെടുത്തതുപോലെ 51 കൗൺസിലർമാരെ കൊടുത്തതുപോലെ ഭൂരിപക്ഷ MLA-മാർക്കും താമരയ്ക്ക് വോട്ട് കുത്തിയതാണ്. അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിലൊരു ഡബിൾ എഞ്ചിൻ സർക്കാർ വരട്ടെ എന്ന് തിരുവനന്തപുരത്തെ ജനത മേയറെ തിരഞ്ഞെടുത്തതുപോലെ വരികയാണെങ്കിൽ 7-ൽ 4 MLA-മാരെയും ചിലപ്പോൾ തിരഞ്ഞെടുത്തുവിടുന്നില്ല. അപ്പോൾ അതിന് ഏബിൾ കാൻഡിഡേറ്റിനെ ഭാരതീയ ജനതാ പാർട്ടി നിർത്തും. തിരുവനന്തപുരത്തെ ജനത, നമുക്കറിയാം ഗുജറാത്തിലെ അഹമ്മദാബാദ് നഗരസഭ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കേശുഭായ് പട്ടേൽ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടി സൂറത്ത് നഗരവും അതുപോലുള്ള മറ്റ് നഗരങ്ങളും അവിടുത്തെ വികസന കാഴ്ചപ്പാടുള്ള മുണ്ടറ തുറമുഖം പോലുള്ളത് കേന്ദ്ര ഗവൺമെൻറ് വികസിപ്പിച്ചപ്പോൾ വന്നിട്ടുള്ള മാറ്റം. ആ ഒരു ഗുജറാത്ത് മോഡൽ തിരുവനന്തപുരത്ത് ആയിക്കൂടുന്നില്ല. ആദ്യമായിട്ട് നഗരസഭ കിട്ടി. കേരള ഭരണം BJP NDA വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനത കൂടുതൽ ആറ്റിങ്ങൽ പാർലമെൻറ്റിലും തിരുവനന്തപുരം പാർലമെൻറ്റിലും കൂടുതൽ MLA-മാരെ ചിലപ്പോൾ ജനം തിരഞ്ഞെടുക്കും. അതുപോലെ കൊല്ലത്ത് കശുവണ്ടി ഫാക്ടറിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തു. കശുവണ്ടി മേഖലയുടെ ഇറക്കുമതിക്കുള്ള തീരുവകൾ നിർമ്മലാ മാം കുറച്ചു കൊടുത്തു. അവിടെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ വരുവാൻ 600 കോടി രൂപ കേന്ദ്രം കൊടുക്കാതുകൊണ്ട് കേരളം നിഷേധാത്മക നിലപാടെടുത്തെന്ന് പ്രതിപക്ഷ MP, ND മുന്നണി MP നമ്മുടെ NK പ്രേമചന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പത്തനംതിട്ട ശബരിമല സ്ഥിതി ചെയ്യുന്ന സ്ഥലം, അവിടെ റാന്നി പോലുള്ളിടത്ത് സുരേന്ദ്രൻ വളരെ മുന്നിൽ വന്നതാണ്. ആറന്മുള, കുമ്മനത്തെ പോലുള്ളവരെയാണ് നിർത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഏകദേശം സൗത്ത് സോണിൽ ഏകദേശം 10-12 MLA കിട്ടുകയാണെങ്കിൽ കൊച്ചിയിലും പാലക്കാടും കാസർഗോഡും എല്ലാം തുടങ്ങി ഒരു 10-22 MLA-മാർ ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടുകയാണ് എങ്കിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ കേരളത്തിൽ വന്ന് കേരളം മതത്തിനപ്പുറത്ത്, ജാതിക്കപ്പുറത്ത് ഒരു വികസന കേരളമായിട്ട് മാറുവാൻ, അതാണ് മാറാത്തത് മാറുമെന്ന് ബഹുമാനപ്പെട്ട ചന്ദ്രശേഖർജിയുടെ ആപ്തവാക്യം. ഒരു മാറ്റം കേരളത്തിൽ വരണം ജനം ആഗ്രഹിക്കുന്നു. അതിനുള്ള ഒരു പ്രസിഡൻറ്റിനെ കേന്ദ്രം കേരളത്തിന് കൊടുത്തു. ആ രീതിയിലുള്ള പ്രവർത്തനം നല്ല രീതിയിൽ BJP ഉഴപ്പാതെ കാഴ്ചവയ്ക്കുകയാണ് എങ്കിൽ BJPയുടെ നേതൃത്വത്തിലുള്ള LDF മുന്നണി, UDF മുന്നണി പോലുള്ള ഒരു NDA മുന്നണി സഖ്യം കേരളത്തിൽ വരും. ഇപ്പോൾ കേരളത്തിൽ നിന്ന് കോൺഗ്രസിന് ജയിക്കുന്ന ഘടകകക്ഷിയിലുള്ളവർ മാറൂലെന്ന് എന്താ ഉറപ്പ്? ഇടതുപക്ഷത്തിൻ്റെ കൂടെയുള്ള ഘടകകക്ഷിയിലുള്ളവർ മാറൂലെന്ന് എന്താണ് ഉറപ്പ്? അവർക്ക് വികസനവും അവരുടെ മണ്ഡലം വികസിപ്പിക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു രൂപരേഖയാണ് ഈ കേരളത്തിലെ എല്ലാ ജനപ്രതിനിധികളെ ചെയർമാന്മാരെയും
തിരുവനന്തപുരത്തെ കൗൺസിലറെയും മേയറെയും ഡെപ്യൂട്ടി മേയറെയും നരേന്ദ്രമോദി ഡൽഹിക്ക് വിളിച്ചിട്ടുള്ളത്. അവിടെ നഗരവികസന മന്ത്രാലയ മന്ത്രി മനോഹർ ലാൽ ഖട്ടാറുമായിട്ടാണ് ഡിസ്കഷൻ നടന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിക്കുന്ന BL സന്തോഷ് എന്ന സംഘടനാ സെക്രട്ടറി RSSൻ്റെ കാര്യത്ത് നോക്കുന്ന അദ്ദേഹം സംസാരിച്ചു. നിരവധി കേന്ദ്രത്തിലെ പ്രഭാരികളുമായിട്ട് സംസാരങ്ങൾ നടന്നു. അപ്പോൾ കേരളത്തിലൊരു മാറ്റം വരണം. അതിൻ്റെ ആ ഒരു മുഖച്ഛായ തിരുവനന്തപുരം പട്ടണവും വിഴിഞ്ഞം തുറമുഖവും കേരളത്തിൻ്റെ വികസന കാഴ്ചപ്പാടിൽ വരുന്ന ഫാക്ടറികൾക്ക് കൊടുക്കുന്ന സാമ്പത്തികവും ഇന്ന് റെയിൽവേയുടെ വികസനത്തിന് കേരളത്തിൽ കൊടുത്തിട്ടുള്ള 3858 കോടി രൂപ, അത് പല MP-മാർ പറഞ്ഞു UPA ഗവൺമെൻറ് ഇരിക്കുന്നതിനേക്കാൾ ഡബിൾ ഇടങ്ങ് തുകയാണ് കേന്ദ്ര മന്ത്രി അശ്വിനി വൈഷ്ണവ് കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഓരോ പ്രോജക്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഒരു NDA ഗവൺമെൻറ് വരുവാൻ ചാൻസ് ഇന്ന് തിരുവനന്തപുരത്തിനും കേരളത്തിനുമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.